ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളും ആണ്. ഇതിൽ പ്രധാനമായും കുരുടനായ ബർത്തിമായുടെ സൗഖ്യം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. നൊയമ്പിന്റെ 36-ാം ദിവസം ആയ ഈ ഞായറാഴ്ചയെ സമയോ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. അന്ധനായും യാചകനായുമുള്ള ബർത്തിമായ്ക്കും യേശു സൗഖ്യം നൽകുന്നു. ഈ സംഭവം നടക്കുന്നത് യെരിഹോവിലാണ്. യേശു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരെ കൂടാതെ അനേകം ആളുകളും യേശുവിനോട് ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ വലിയ ഒരു വ്യാപാര കേന്ദ്രം ഉണ്ട്. അനേകം ആളുകൾ അവരുടെ യാത്രാമധ്യേ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി പോകാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നത് കൊണ്ട് അനേകം യാചകർ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന പതിവുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ ബർത്തിമായ്ക്കുള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഒന്നാമതായി, അവൻ കുരുടനും യാചകനും എങ്കിലും നല്ല പരിസരബോധം ഉള്ളവനായിരുന്നു. യേശു ആരാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ പരിസരം മറന്ന് യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? നാം അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മുടെ സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും സമൂഹത്തിലെ ഉന്നത സ്ഥാനവും ഒക്കെയാകുന്ന പരിസരം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ആകുന്നുണ്ടോ? രണ്ടാമതായി, പ്രതിബന്ധങ്ങൾ തളർത്താത്ത ഒരു മനുഷ്യനായിരുന്നു ഈ ബർത്തിമായി. എല്ലാവരും അവനെ ശാസിച്ചു മിണ്ടാതിരിക്കുവാനും ഗുരുവിനെ അസഹ്യപ്പെടുത്തരുതെന്നും ആജ്ഞാപിച്ചു. എന്നാൽ അവന്റെ പ്രതിബന്ധങ്ങളെ മറികടന്ന് കൂടുതൽ ഉച്ചത്തിൽ അവൻ ദൈവത്തെ വിളിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തടസ്സമായി സുഹൃത്തുക്കൾ, പണം, ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവും. എന്നാൽ ബർത്തിമായി നമ്മോട് പറയുന്നു, നിന്റെ പ്രതിബന്ധങ്ങൾ കണ്ട് പിന്തിരിഞ്ഞ് ഓടാതെ അവനെ വിളിച്ചപേക്ഷിക്കാം. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമതായി, തനിക്ക് സുരക്ഷിതത്വം നൽകി അതിനെ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിച്ചവൻ. അവന്റെ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു. അതായത് അവന് സുഖം നൽകിയതായിരുന്നു അവന്റെ പുതപ്പ്. അതിനെ അവൻ ഉപേക്ഷിച്ചു. അവന്റെ വരുമാന മാർഗം അവൻ ഉപേക്ഷിച്ചു. അതായത് അവൻ യാചകനായി അവിടെ ഇരിക്കുമ്പോൾ അവന് വരുമാനമുണ്ടായിരുന്നു. അതിനെ അവൻ ഉപേക്ഷിച്ചു. ഇതെല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിൻ്റെ പിന്നാലെ പോയി. നമ്മുടെ ജീവിതത്തിലെ നൈമിഷിക സുഖങ്ങളെ നാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നാലാമതായി, ജീവിതത്തിൽ പുതിയ വഴികൾ കണ്ടെത്തിയവൻ. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനെ അനുഗമിക്കുകയും ചെയ്തു. സൗഖ്യം ലഭിച്ചതിന് ശേഷം അവൻ വീട്ടുകാരെ കാണുവാനോ കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കുവാനോ പോയില്ല. അവൻ തൻ്റെ സൗഖ്യദായകന്റെ പിന്നാലെ പോയി. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുകയും അവനെ അനുഗമിക്കുകയും ചെയ്യാം. അഞ്ചാമതായി, പുതിയ സൃഷ്ടിയായവൻ. ബർത്തിമായി സൗഖ്യം ലഭിച്ച ശേഷം എല്ലാ തരത്തിലും ഒരു പുതിയ സൃഷ്ടിയായി. തൻ്റെ പഴയ ജീവിതത്തിലേക്ക് അവൻ തിരികെ പോയില്ല. ഉപേക്ഷിച്ചു കളഞ്ഞതിനെ ഒന്നും തേടിപ്പോകാതെ സൗഖ്യം തന്ന സൃഷ്ടാവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. ഇതുതന്നെയാണ് ഇന്നത്തെ വായനാ ഭാഗങ്ങളിലും കാണുന്നത്. അസ്ഥികൾക്ക് ജീവൻ നൽകി അവയെ പുതിയ സൃഷ്ടിയാക്കുന്ന ദൈവത്തെയാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വായനാഭാഗം. ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഭൗമികമായതെല്ലാം നശിപ്പിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള ആഹ്വാനമാണ് കൊലോസ്യ ലേഖനത്തിനുള്ള വായനാഭാഗത്ത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അവൻ ചിലതൊക്കെ സൗഖ്യമാക്കിയില്ലേ? നമ്മുടെ രോഗങ്ങളെ ആകാം, നമ്മുടെ കടബാധ്യതകളെ ആകാം,
നമ്മൾക്ക് ആരോടും പങ്കുവെക്കാൻ ആകാത്ത ദുഃഖങ്ങളാകാം, ജോലി ഭാരങ്ങളാകാം, ഏകാന്തതയാകാം, മക്കളെക്കുറിച്ചുള്ള വിഷയങ്ങളാകാം, സമാധാനമില്ലായ്മയാകാം, എന്തുമായിക്കൊള്ളട്ടെ. സൗഖ്യം നൽകിയ ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അതോ വീണ്ടും പഴയ രീതിയിലേക്ക് പോയി ദൈവത്തെ മറന്നു കളഞ്ഞോ? നാം പുതിയ സൃഷ്ടിയാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ യേശുവിനെ അനുഗമിച്ച് ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ നൊയമ്പുകാലവും പിന്നീടുള്ള ദിവസങ്ങളും നമുക്ക് ഇടയാകട്ടെ. കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേർന്ന് ക്രൂശിലെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ഉദ്ധാനത്തിലേക്ക് നടക്കുമ്പോൾ പുതിയ സൃഷ്ടികളായി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.